നമസ്കാരം. രാജ്യത്ത് ഇന്നലെ നടന്ന മൂന്നാം ഘട്ട തെരഞ്ഞെടുപ്പിൽ അവസാനം വന്ന കണക്ക് പ്രകാരം പോളിംഗ് 64.58%. കഴിഞ്ഞ തവണത്തേക്കാൾ 3% കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. BJPക്ക് ഏറെ നിർണായകമായിരുന്നു ഈ മൂന്നാം ഘട്ടം എന്ന് നമുക്കറിയാം. ഈ ഘട്ടത്തിൽ പോളിംഗ് കുറഞ്ഞത് വരാനിരിക്കുന്ന അടുത്ത 4 ഘട്ടങ്ങളിൽ പരിഹരിക്കാൻ ഒരുങ്ങുകയാണ് BJPയുടെ കേന്ദ്ര നേതൃത്വം. വോട്ടർമാരെ പോളിംഗ് ബൂത്തിൽ എത്തിക്കാനുള്ള ഉത്സാഹം UPയിൽ ഉൾപ്പെടെ പാർട്ടി പ്രവർത്തകർ കാണിക്കണം എന്നുള്ള നിർദ്ദേശമാണ് നിലവിൽ കേന്ദ്ര നേതൃത്വം നൽകിയിരിക്കുന്നത്. വളരെ ഗൗരവത്തോടു കൂടി തന്നെയാണ് കേന്ദ്രം ഈ വിഷയത്തെ നോക്കിക്കാണുന്നത്. പ്രശ്നപരിഹാരത്തിനുള്ള രഹസ്യ നിർദ്ദേശങ്ങൾ UPയിലെയും ബീഹാറിലെയും ഘടകങ്ങൾക്ക് കേന്ദ്രം നൽകി എന്നുള്ള സൂചനകൾ കൂടി പുറത്തു വരുന്നുണ്ട്. അതേസമയം തന്നെ അംബാനിയുമായും അദാനിയുമായും രാഹുൽ ഗാന്ധി ഒത്തുതീർപ്പുണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ള ഒരു ആരോപണം കൂടി മോദി ഉയർത്തുന്നുണ്ട്. നോട്ട് കെട്ടുകൾ കിട്ടിയത് കൊണ്ടാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ ഈ പേരുകൾ ഉച്ചരിക്കാത്തത് എന്ന ചോദ്യം കൂടി മോദി ചോദിക്കുന്നുണ്ട്. അദാനിയുമായുള്ള മോദിയുടെ ബന്ധം സ്ഥിരമായി രാഹുൽ ഗാന്ധി ഉന്നയിച്ചിരുന്നു. ഇതിനെതിരെയാണ് ഇപ്പോൾ പ്രധാനമന്ത്രി ആഞ്ഞടിച്ചിരിക്കുന്നത്. എന്ത് ഇടപാട് നടന്നതുകൊണ്ടാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ ഈ 2 പേരുകളും മിണ്ടാത്തത് എന്ന ചോദ്യമാണ് മോദി മുന്നോട്ട് വയ്ക്കുന്നത്. അങ്ങനെ മൂന്നാം ഘട്ടത്തിന് ശേഷവും വളരെ തീവ്രമായ രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങളിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് BJPയുടെ കേന്ദ്ര നേതൃത്വം. അതിനോടൊപ്പം തന്നെ ഈ പോളിംഗ് ശതമാനം കുറയുന്നത് എല്ലാ പാർട്ടികളെയും ആശങ്കയിലാക്കുന്നുണ്ട്. പക്ഷേ BJP അത് പരിഹരിക്കാനുള്ള കൂടുതൽ നിർദ്ദേശങ്ങൾ സംസ്ഥാന ഘടകങ്ങൾക്ക് നൽകിക്കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളം.